ചേച്ചിയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ വിജയ് അണ്ണന്റെ സച്ചിൻ മൂവിയിലെ വിഭാഷ ബസുവിന്റെ ആ ഒരു ഗംഭീര എൻട്രി സീനിന് ശേഷം വരുന്നിട്ടുള്ള ഒരു സോങ് ആണ്. യെസ്, ഏകദേശം ആ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു നമ്മൾ എന്താ പറയാ പൂവൊക്കെ ഇങ്ങനെ എടുത്തിട്ടുള്ള സംഭവം. അപ്പൊ ആ സീനിന് ശേഷം വരുന്ന ഒരു സോങ് ആണ്. നമുക്ക് എന്തായാലും നേരെ സോങ്ങിലോട്ട് പോവാം. സോങ്ങിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് ഡായ് ഡായ് കട്ടിക്കോട, അങ്ങനത്തെ ഒരു സോങ് ആണ്. ഇതുവരെ ഞാൻ ഈ സോങ്ങിനെ പറ്റിയിട്ട് കേട്ടോ കണ്ടിട്ടോ ഇല്ല. നമുക്ക് നേരെ നമ്മൾ കണ്ടിട്ടില്ല, രണ്ടുപേരും കണ്ടിട്ടില്ല. ആൻഡ് ഇതിന്റെ പാട്ട് പാടിയിരിക്കുന്ന കാർത്തിക്കും അതുപോലെ സുനിത സാരഥിയാണ്. നമ്മുടെ മലയാളത്തിലൊക്കെ ഷാബ 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 ആ പാട്ടൊക്കെ പാടി വോയിസ് ആണ് അല്ലേ? അതെ, കാർത്തിക് പിന്നെ പറയണ്ടല്ലോ, കിട്ടില്ല. നമ്മളെ ദിലീപേട്ടനെ കൊടുക്കാറുള്ള തുടങ്ങിയാലോ? പക്ഷെ മറ്റേ സീനായിട്ട് നല്ല മാച്ച് ആവുന്നുണ്ട്. DSP beat. പൊളി പൊളി. അതായത് കേൾക്കുമ്പോഴില്ലേ
പെട്ടെന്ന് പക്ക ഒരു പ്രഭുദേവ വൈബ് സോങ് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അതായത് എന്താ പറയാ, ഞാൻ വിഷ്വലും എന്താ പറയാ ആ ഒരു സോങ്ങിനെയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. വേറൊന്നല്ല, മെയിനായിട്ട് പറയട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനീലിയ പ്ലസ് തലപതി കോമ്പോ വരുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ക്യൂട്ടാണ് വരുന്നത്, പക്ക ക്യൂട്ടാട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ഒരു ആ ഒരു ഫീല്, ഭയങ്കര റൊമാൻറ്റിക്, ഇന്റൻസ് റൊമാൻറ്റിക് അത് ഫീൽ. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു സോങ് സീനിന്റെ അവസാനം തന്നെ ഏകദേശം പറയുന്നുണ്ട് ഫയറി ആണ്, ഫയറി സോങ്. ശരിക്കും ഈ ഒരു സംഭവം കാണില്ലേ, അപ്പൊ നമ്മള് ജനീലിനെ മറന്നു പോട്ടോ ആ സംഭവം. അതായത് ഇവരുടെ രണ്ടുപേരുടെയും കോമ്പോ നല്ല രസമായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിലാണെങ്കിലും രണ്ടുപേരും നല്ലതായിട്ട്, നമുക്കറിയാം ബിപാശ ബസു ആണെന്നുണ്ടെങ്കിലും അവിടെ തലപതി ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഡാൻസ്. അതായത് രണ്ടുപേരുടെയും മെയ്വഴക്കം അടിപൊളിയാണ്. ആ ഒരു കാണിക്കുന്ന രീതി ഉണ്ടല്ലോ ഭയങ്കര രസത്തിൽ തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല കെമിസ്ട്രി ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് അറിയാം, ഈ സോങ് എന്ന് പറയുന്നത് മറ്റുള്ള സോങ്ങിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. കിടിലൻ കമ്പോസിഷൻ ആണ്. ആ മ്യൂസിക് ഇല്ലേ വല്ലാണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് കയറുന്ന രീതിയിലുള്ള മ്യൂസിക്. യൂഷ്വലി ഇപ്പൊ നോർത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്നൊക്കെ ഏതെങ്കിലും ഒരു ഹീറോയിനെ കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ ഒരു സോങ് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അറിയാൻ പറ്റും ഓക്കെ എന്താ പറയാ ഓക്കെ ഒരു നമ്പർ സോങ് കൊടുത്തു എന്നുള്ളത്. പക്ഷെ ഇതങ്ങനെ തോന്നില്ല. ഒരു ഒരു നായിക തന്നെ അതുപോലെ തന്നെ എടുത്തിരിക്കുന്നത്. ഈ സോങ് മാത്രം നമ്മൾ കണ്ട് പടത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ശരിക്കും നായിക വന്നിട്ട് കളിക്കുന്ന ഒരു ഫീൽ തന്നെ നല്ല രസത്തിൽ തന്നെ ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ട് ശരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി സച്ചിനിലെ മറ്റുള്ള സോങ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ സോങ്ങിനാണ് ഏറ്റവും വ്യൂസ് കുറവും തോന്നുന്നു. കാരണം ഞാൻ ഇതിന്റെ 1.something million കണ്ടുള്ളൂ. ബാക്കിയൊക്കെ 3 million 5 million 6 million ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും എന്താ പറയാ വിജയന്റെ ആ ഒരു യങ് എനർജി ഉണ്ടല്ലോ, ആ ഒരു സംഭവം വല്ലാണ്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല ശരിക്കും എന്താ വെച്ചാൽ ഓരോ മോഡാണ്, ഓരോ സോങ് വരുന്ന സമയത്തും ഓരോ മോഡാണ്. അപ്പൊ ഈ ഒരു സോങ്ങില് പറയാന്നുണ്ടെങ്കിൽ ഫുൾ ആ ഒരു ലാസ്റ്റ് സീനിന്റെ തന്നെ വൈബാണ് വരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ ഭയങ്കര ഇങ്ങനെ ആ ഒരു ഒഴുക്കിലങ്ങ് പോകുന്നുണ്ട്. ശരിക്കും ആ വെള്ളച്ചാട്ടം കാണിച്ച നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഭയങ്കര സോങ് ഒരു രക്ഷയില്ല. എന്തായാലും നമ്മള് നെക്സ്റ്റ് സോങ്ങിന് വെയിറ്റ് ചെയ്യാണ്. ഇനി എനിക്ക് തോന്നുന്നു എന്റെ ചിന്തോള കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി ഉള്ളു, കുറച്ചെന്ന് വെച്ചാൽ 10 മിനിറ്റത്തോളം ഉണ്ടാവും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇനി വേറെ എന്തൊക്കെയും സംഭവങ്ങളൊക്കെ വരുമോ എന്നുള്ളത്. അതുവരേക്കും ബൈ ബൈ.